ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് രേവതി സച്ചിയോട് സംസാരിക്കുന്നതാണ്. സച്ചിയേട്ടാ, അച്ഛൻ പറഞ്ഞതുപോലെ അന്വേഷിച്ചായിരുന്നോ? ആ പൈസ അടിച്ചു മാറ്റിയ വിശ്വനാഥനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുക രേവതി. അയാളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സീരിയൽ നടൻ വന്നു പോകാറുണ്ടെന്ന് പറഞ്ഞായിരുന്നില്ലേ? അയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസും എവിടെയാ താമസിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്നാ പിന്നെ അത് എളുപ്പമായല്ലോ, നമുക്ക് അയാളുടെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിച്ചാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കയറി ചെന്നൊന്നും ചോദിക്കുന്നില്ല രേവതി, നീ വേണം അന്വേഷിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും, ഞാൻ എങ്ങനെയാ സച്ചി ഏട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി തൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം പറയുവാണേ, രേവതി നീ പൂ വിൽക്കുന്ന ഒരാളാണെന്നും ആ വീട്ടിൽ പോയിട്ട് ഇവിടെ പൂ ഡെയിലി വേണോ എന്നൊക്കെ ചോദിക്കുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നീ ഡെയിലി കൊണ്ടുവന്ന് തരാം എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടുകാരുമായിട്ട് കമ്പനിയാവുക. അങ്ങനെ ഇടപഴകുമ്പോഴേക്കും നിനക്ക് ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ അയാളുടെ പെരുമാറ്റം എങ്ങനെയാണെന്നോ എന്തൊക്കെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ എന്നൊക്കെ നോക്കി നീ എന്നോട് പറ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ ഞാനെന്നാലും ഒറ്റയ്ക്ക് എങ്ങനെ പോവും എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി ഞാൻ അയാളോട് കയറി ചെന്ന് ഇതേപ്പറ്റി ചോദിക്കുവാണെങ്കിൽ അയാൾ എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ബന്ധം ഉണ്ടെങ്കിൽ. അത് മാത്രമല്ല, ആ വിശ്വനാഥനെ വിളിച്ച് ഒരു വാണിംഗ് വരെ ഇയാൾ കൊടുത്തേക്കും, സൂക്ഷിക്കണം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും വേണ്ട രേവതി, ആദ്യം നീ പോയി അവിടുത്തെ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി തീരുമാനിക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ശരി സച്ചിയേട്ടാന്നൊക്കെ പറഞ്ഞ് പോവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയും മുറിയിലിരുന്ന് സംസാരിക്കുന്നതാണ്. ശ്രുതി ആകെ ടെൻഷനിലാണ്. ശ്രുതിനോട് പറയുന്നുണ്ട്, അഭിലാഷ് സാറിന്റെ മുമ്പിൽ ഞാൻ ഇന്ന് ആകെ നാണം കിട്ടുപോയി, എന്നിൽ നല്ല വിശ്വാസമായിരുന്നു സാറിന്, അതൊക്കെ പോയി കാണും, സോറി പറയാൻ വേണ്ടി വിളിക്കാൻ നോക്കിയിട്ട് പോലും സാറ് ഫോൺ എടുക്കുന്നില്ല ശ്രുതി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഷോറൂമിലും ശ്രുതിക്ക് മര്യാദയില്ല, അതുപോലെ തന്നെ വീട്ടിലും മര്യാദയില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ ശ്രുതി, എല്ലാം എൻ്റെ കഷ്ടകാലം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നമുക്ക് ഈ മര്യാദയൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ ആദ്യം ആ 30 ലക്ഷം രൂപ ആ എടുത്തോണ്ടും പോയ വിശ്വനാഥനിൽ നിന്നും തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, അതിന് വിശ്വനാഥൻ എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നമുക്ക് അയാളെ കണ്ടുപിടിക്കണം ശ്രുതി, എന്നിട്ട് ആ പൈസ അയാളിൽ നിന്ന് മേടിച്ചിട്ട് അച്ഛനെ ഏൽപ്പിക്കണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും പറയുവാണേ, അച്ഛനെ ഏൽപ്പിക്കാനോ? അതെന്തിനാ അച്ഛനെ ഏൽപ്പിക്കുന്നത്? അത് സബ് ഡീലേഴ്സിൻ്റെ കാശാ, അവർ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് തന്ന കാശ്, അത് അഭിലാഷ് സാറിന് അയച്ചു കൊടുക്കാനുള്ളതാണ്, അത് അച്ഛനാ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയും തമ്മിൽ വീണ്ടും അടക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിക്ക് ഇത്തിരി അത്യാഗ്രഹം കൂടുതലാണ്, അഭിലാഷ് സാർ എന്താ പറഞ്ഞത്, ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ വലിയ വീടൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്ന്. ശ്രുതിയോ 3 കോടി രൂപയുടെ വീട് മേടിക്കാൻ പോയി. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, ഞാൻ മാത്രമല്ലല്ലോ നീയും ആഗ്രഹിച്ചില്ലേ ആ വീടിനെ വേണ്ടിയിട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഞാനും ആഗ്രഹിച്ചു, എന്ത് ചെയ്യാനാ, വരാനുള്ളതൊക്കെ വന്നു, ഇനി നമുക്ക് ആ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു പിടിക്കണം ശ്രുതി എന്നൊക്കെ പറയും, എന്നാലേ നമുക്ക് ഈ വീട്ടിലൊരു മര്യാദ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ആ വിശ്വനാഥനെ കണ്ടുപിടിച്ച് നമുക്ക് എപ്പോൾ പൈസ കിട്ടാനാ ശ്രുതി, നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ അച്ഛനോട് ചോദിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ പൈസ അയച്ചു തരാൻ പറ എന്ന് പറയുവാണ്. ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരുവാണേ, ശ്രുതിനോട് ചൂടാവുന്നുണ്ട്. ശ്രുതിക്കും അമ്മയ്ക്കും അതെ ഈ വിചാരം മാത്രമേ ഉള്ളൂ, എപ്പോൾ നോക്കിയാലും എൻ്റെ അച്ഛനോട് പൈസ ചോദിക്കുക, പൈസ അയച്ചു തരാൻ പറ, ഇത് മാത്രം നിങ്ങളുടെ മനസ്സിലുള്ളൂ അല്ലേ? എൻ്റെ അച്ഛൻ ജയിലിലെ ബാങ്ക് ഒന്നുമല്ല നടത്തുന്നത്, അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ 5 സ്റ്റാർ ഹോട്ടലിലും അല്ല ഇപ്പോൾ താമസിക്കുന്നത്, കുറച്ച് മനുഷ്യത്വത്തോടെയൊക്കെ സംസാരിക്കുക ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ചൂടാവുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, അതല്ല ശ്രുതി, ആ വിശ്വനാഥിനെ കണ്ടുപിടിക്കാൻ ലേറ്റ് ആവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എത്ര ലേറ്റ് ആയാലും ശരി, നമുക്ക് അയാളെ കണ്ടുപിടിച്ച് അയാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടേ ഉള്ളൂ കാര്യം, ആദ്യം അതിനെപ്പറ്റി അന്വേഷിക്കാൻ നോക്ക് ശ്രുതി, അല്ലാതെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ പൈസ മേടിക്കാം എന്നതിനെ പറ്റിയല്ല ചിന്തിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ചൂടാവുന്നുണ്ട് ശ്രുതിയോട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി അന്വേഷിച്ച് നടക്കുന്ന സീരിയൽ നടൻ്റെ വീടാണ്. അപ്പോൾ അവിടെ എന്തോ ഫംഗ്ഷനൊക്കെ നടക്കാൻ പോവാണ്. ഈ ശ്രീകാന്ത് എന്ന് പറഞ്ഞാണ് ആ സീരിയൽ നടൻ്റെ പേര്, അയാളുടെ അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വർക്കിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇയാൾ ഓരോരുത്തരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവിടെ നമ്മുടെ ഹേമ കയറി വരുവാണ്. എവിടെ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അവിടെ ആദ്യം വരുന്നത് ഹേമയായിരിക്കുമല്ലോ, അവിടുത്തെ ഓർഡറൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഹേമ വീട്ടിൽ വന്നിട്ട് ഈ സീരിയൽ നടനോട്, അതായത് ശ്രീകാന്തിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. സർ ഇവിടെ ഫംഗ്ഷൻ നടക്കാൻ പോവാമെന്ന് കേട്ടു, ആരുടെ ഫംഗ്ഷനാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് വളരെ നല്ല മാന്യമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്, എൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ ഹേമ പറയുന്നുണ്ട്, സർ ഈ നാട്ടിലെ എല്ലാ കല്യാണങ്ങളുടെയും വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഞാനാ, ഈ ഡെക്കറേഷൻ വർക്കൊക്കെ, എൻ്റെ പേര് ഫേമസാ, ഹേമ എന്ന പേരെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് സാറ് ആണോ, ശരി ഞാനും ഈ ഡെക്കറേഷൻ വർക്ക് ചെയ്യുന്ന ഒരാളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഹേമ പറയുന്നുണ്ട്, സർ ഞാൻ എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നോ, എനിക്ക് ഹോള് കണ്ടാൽ മതി എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ എനിക്ക് നല്ല ഐഡിയ ഉണ്ട്, ഞാൻ നല്ല ഭംഗിക്ക് തന്നെ ചെയ്തു തരും
എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, കാശ് ചിലവാക്കുന്നത് മാത്രമേ ഞാനുള്ളൂ, ബാക്കിയെല്ലാം സെലക്ട് ചെയ്യുന്നതൊക്കെ എൻ്റെ പെങ്ങളാണ്, അവളോടും കൂടി സംസാരിച്ചിട്ട് ഞാൻ താങ്കളോട് പറയാമെന്ന് പറയുമ്പോഴേക്കും ഹേമ പറയുന്നുണ്ട്, ശരി സാർ, ഞാൻ കാർഡ് എന്നാൽ ഇവിടെ സാറിൻ്റെ അസിസ്റ്റൻറ്റിനോട് കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഹേമ തൻ്റെ കാർഡൊക്കെ കൊടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങുവാണ്. പുറത്തോട്ടിറങ്ങി കാറിൽ കയറുമ്പോഴേക്കും നമ്മുടെ രേവതി വരുവാണ്. രേവതി സച്ചിയുടെ പ്ലാൻ പ്രകാരമാണ് വരുന്നത്. പക്ഷെ ഹേമ തെറ്റിദ്ധരിക്കുവാണ്. ഇവിടെ കല്യാണം ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് രേവതി അവിടുത്തെ ഓർഡർ പിടിക്കാൻ വന്നിരിക്കുവാന്ന് ഓർത്തിട്ട് ഹേമ ഇങ്ങനെ ദേഷ്യത്തിൽ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുവാണ്. രേവതി ഇവരെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. രേവതി വണ്ടിയൊക്കെ പുറത്ത് വെച്ചിട്ട് നേരെ വീടിൻ്റെ അകത്തോട്ട് കയറിപ്പോവാണ്. രേവതി അകത്തോട്ട് പോയിട്ട് ആ സീരിയൽ നടനോട് പറയുന്നുണ്ട്, ഈ ഏരിയയിലൊക്കെ പൂ കൊടുക്കുന്നത് ഞാനാ, സാറിൻ്റെ വീട്ടിൽ പൂ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവന്ന് തരാം, വണ്ടിയിൽ ഒരു ബോക്സ് ഫിറ്റ് ചെയ്ത് എല്ലായിടത്തും കൊടുക്കലാണ് എൻ്റെ ജോലി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഓഹോ, ഓടുന്ന പൂക്കടയാണോ, കൊള്ളാലോ ഐഡിയ, ഈ വീട്ടിലും പൂവിൻ്റെ ആവശ്യമുണ്ട്, ആരും ഇതേപോലെ ചോദിച്ചൊന്നും വന്നിട്ടില്ല, ഞാനും ഒരാളെ അന്വേഷിക്കാൻ നിൽക്കുമായിരുന്നു, പക്ഷെ എത്ര മുഴം വേണമെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എൻ്റെ ഭാര്യ പുറത്ത് പോയിരിക്കുക, എന്തായാലും ഒരു 200 രൂപയ്ക്കുള്ള പൂക്കൾ ഡെയിലി കൊണ്ടുവന്ന് താന്ന് പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ശരി സാർ, ഞാൻ ഡെയിലി കൊണ്ടുവന്ന് തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ശ്രീകാന്ത് ഭയങ്കര മാന്യമായിട്ടാണ് രേവതിയോട് സംസാരിക്കുന്നത്. ചായ കോഫി എന്തെങ്കിലും എടുക്കട്ടെ, ഇരിക്കൂ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട സാർ, ഞാൻ പൂക്കൾ ഡെയിലി കൊണ്ടുവന്ന് എത്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് രേവതി അവിടെ നിന്നും താങ്ക് യു ഒക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. രേവതി പോകുന്നതിന് മുമ്പ് തൻ്റെ കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും പൂവിൻ്റെ എന്താവശ്യമുണ്ടെങ്കിലും ഇതിൽ വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടുവന്ന് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതി ഭയങ്കര സന്തോഷത്തിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോഴേക്കും ഈ ഹേമ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണല്ലോ ഗേറ്റിൻ്റെ പുറത്ത്. രേവതി ഇവരെ കാണുന്നുണ്ട്. രേവതി പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ഹേമ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്താടി, ഈ കല്യാണം നടക്കുന്നിടത്തൊക്കെ നീ മണം പിടിച്ച് വരുവാണോ എന്നൊക്കെ രേവതിയുടെ ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഹേമ പറയുന്നുണ്ട്, ഈ സീരിയൽ നടൻ്റെ അനിയത്തിയുടെ കല്യാണം, അതിൻ്റെ ഓർഡർ പിടിക്കാനല്ലേടി നീ വന്നത്, അതൊന്നും നടക്കാൻ പോകുന്നില്ല, സാർ ആ ഓർഡർ എനിക്ക് തന്നു കഴിഞ്ഞു, ഈ ഓർഡർ മാത്രമല്ല എല്ലാ ഓർഡറും ഈ ഹേമയ്ക്കേ കിട്ടത്തുള്ളൂ, നിന്നെ ഈ പരിസരത്ത് പോലും കണ്ടുപോകരുതെന്ന് പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ കുറേ നേരം ഹേമയുടെ മുഖത്ത് നോക്കി നിൽക്കുവേ. എന്നിട്ട് ദേഷ്യത്തിൽ വീണ്ടും ശ്രീകാന്തിൻ്റെ വീട്ടിലോട്ട് കയറിപ്പോവാണ്. ഹേമ എന്താ നടക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും രേവതി ആ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ഹേമേനോട് പറയുന്നുണ്ട്, ഞാൻ ഈ ഏരിയയിൽ പൂ കൊടുക്കാൻ വേണ്ടി വന്നതാ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഈ വീട്ടിൽ കല്യാണം നടക്കാൻ പോകുന്നത് അറിയുന്നത്, അകത്ത് പോയി ഞാനും എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, വിളിക്കാമെന്ന് സാർ എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്, ഇങ്ങനെയും ഇതുപോലെ ഇടക്കിടക്ക് വന്ന് എവിടെയൊക്കെ കല്യാണം ഉണ്ടെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ, കമ്മീഷൻ ഞാൻ തരാം എന്നൊക്കെ രേവതി കളിയാക്കി പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവാണ്. ഹേമക്ക് ഇങ്ങനെ രേവതിനോടുള്ള ദേഷ്യം കൂടി വരുവാണ് ഇത് കാണുമ്പോൾ. പിന്നെ കാണിക്കുന്നത് സച്ചിയുടെ ടാക്സി സ്റ്റാൻഡാണ്. അവിടെ സച്ചിയും മഹേഷും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. മഹേഷ് സച്ചിനോട് പുതിയൊരു ഐഡിയ പറയുന്നുണ്ട്, നമുക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാലോടാ, ഇപ്പോൾ വരുമാനമൊക്കെ കുറവല്ലേ, ഡ്രൈവിംഗ് സ്കൂൾ ഒരു സൈഡ് ബിസിനസ്സായിട്ട് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാവും, രാവിലെ ഒരു 2 മണിക്കൂർ വൈകിട്ട് ഒരു 2 മണിക്കൂർ അത് മതി എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇത് നല്ലൊരു ഐഡിയ ആണല്ലോടാ, നമുക്കിതുമായിട്ട് മുന്നോട്ട് പോകാം, പക്ഷേ ഇതിനെ കാർ ഒരെണ്ണം വേണ്ടേടാ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എൻ്റെ പരിചയത്തിൽ ഒരാൾ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയിട്ടുണ്ടായിരുന്നു, അയാളുടെ കാർ അവിടെ വിൽക്കാനിട്ടിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് മേടിക്കാം, പക്ഷേ അവർക്ക് വരുന്നവർക്ക് കോൺടാക്ട് ഡീറ്റെയിൽസിന് ഒരു വീട് വേണ്ട, ഒരു ഓഫീസ് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യേണ്ടടാ അവർക്ക് വന്ന് സംസാരിക്കാനൊക്കെ. അപ്പോൾ സച്ചി പറയും, അത് ശരിയാണല്ലോ, അതിനെന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, നിൻ്റെ വീടിൻ്റെ അഡ്രസ്സ് കൊടുത്തോട്ടെ, ഞാൻ അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയും, എനിക്ക് കുഴപ്പമില്ല, എൻ്റെ അച്ഛനും കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഡാൻസ് മാസ്റ്റർ സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, ഡാൻസ് മാസ്റ്ററോ, ആടാ അമ്മ, അല്ലെങ്കിൽ തന്നെ 4 നേരം ദിവസത്തിൽ 4 നേരം പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ വീട് എൻ്റെ വീടെന്ന്, മാസ്റ്ററിനെ ദേഷ്യമായിരിക്കും ഞാനിത് പറഞ്ഞു കഴിഞ്ഞാലെന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം ആവുകയാണെങ്കിൽ വേണ്ടടാ എന്നാൽ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും വഴി ആലോചിക്കാം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീ ഐഡിയ ഉപേക്ഷിക്കണ്ട, ഒരു നല്ല സമയം വരുമ്പോഴേക്കും ഈ കാര്യം ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചോളാം, കുറച്ച് വെയിറ്റ് ചെയ്യാം, നമുക്ക് എന്തായാലും ഈ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വരുവാണ്. ശ്രീകാന്തിൻ്റെ വീട്ടിൽ പോയ വിവരമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് രേവതി നേരെ സച്ചിയുടെ അടുത്തോട്ട് വരുന്നത്. ശ്രീകാന്തിൻ്റെ വീട്ടിൽ പോയി വളരെ നല്ല മനുഷ്യനാണെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെങ്ങനെ വളരെ നല്ല മനുഷ്യനാണെന്ന് ഒറ്റ നോട്ടത്തിൽ നിനക്ക് പറയാൻ കഴിയുമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, നല്ല രീതിയിലാണ് എന്നോട് സംസാരിച്ചത്, പൂ ഓർഡറൊക്കെ തരാമെന്നും പറഞ്ഞു, പിന്നെ ഒരാളെ കണ്ടാൽ അറിയാലോ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പിന്നെ നീ ആദ്യം എന്നെ കണ്ടപ്പോൾ ഒരു റൗഡിയാണെന്നല്ലേ ഓർത്തത്, ഇപ്പോൾ അതൊക്കെ മാറിയില്ലെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇപ്പോൾ അത് മാറിയിട്ടൊന്നുമില്ല, ഇപ്പോഴും സച്ചിയുടെ റൗഡി തന്നെയല്ലേ എന്ന് ചിരിച്ചുകൊണ്ടും പറയുന്നുണ്ട്. സച്ചി അത് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവേ.
ശരി ശരി, നല്ല മനുഷ്യനാണെങ്കിൽ നല്ല മനുഷ്യൻ. പൈസ കിട്ടുമോ നമുക്ക്? ആ വിശ്വനാഥനെ അയാളിൽ നിന്ന് വേണം കണ്ടുപിടിക്കാൻ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എനിക്കങ്ങനെ അയാളെ പറ്റിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നില്ല, നല്ല മനുഷ്യനായിട്ട് തന്നെയാണ് തോന്നിയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ചിലപ്പോൾ ഇയാളെയും ആ വിശ്വനാഥൻ പറ്റിച്ചിട്ടുണ്ടാവും. എന്തായാലും നാളെ നീ പൂ കൊടുക്കാൻ പോകുമ്പോൾ ഞാനും വരാം, നമുക്കൊന്നിച്ച് പോവാം നാളെ ആ സീരിയൽ നടൻ്റെ വീട്ടിലോട്ടെന്ന് പറയുവാണ് സച്ചി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.